വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആദ്യഘട്ട കമ്മീഷനിങ്ങിന് തയ്യാറെടുക്കുമ്പോഴാണ് വികസനത്തിന് പുതിയ വഴി തുറന്നതാകും ഭൂഗർഭ റെയിൽവേ പാത. സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയതോടെ 2028 ഭൂഗർഭ പാതയും യാഥാർത്ഥ്യമാകും. വിഴിഞ്ഞം മുതൽ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ വരെ നീളുന്ന ഭൂഗർഭ പാതയ്ക്ക് 1483 കോടി രൂപയാണ് പദ്ധതിയുടെ ചിലവ്. പ്രധാനമന്ത്രിയുടെ സമയം ലഭിച്ചാൽ ഉടൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അതിനിടെയാണ് അന്താരാഷ്ട്ര തുറമുഖത്തെ ദേശീയ റെയിൽപാതയുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭപാതയ്ക്ക് കൂടി സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത്. വിഴിഞ്ഞത്തെയും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്നതാണ് കണക്ടിവിറ്റി റെയിൽപാത. 10.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 9.02 കിലോമീറ്റർ ഭൂഗർഭപാതയാണ്. 1482.92 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ വിശദമായ പദ്ധതി രേഖയാണ് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചത്. 5.52 ഹെക്ടർ ഭൂമിയാണ് പാതയ്ക്കായി ഏറ്റെടുക്കുക. 2028 ഡിസംബറിൽ പണി പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഴിഞ്ഞത്തെത്തുന്ന ചരക്കുകളിൽ 30% റെയിൽ മാർഗമായിരിക്കും കൈകാര്യം ചെയ്യുക. വിഴിഞ്ഞം തുറമുഖം 2028 പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. വിഴിഞ്ഞത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി റെയിൽപാത കൂടി ഇതേ വർഷം പൂർത്തിയാകും. അതോടെ മറ്റൊരു വികസന മുന്നേറ്റത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുക. വിഴിഞ്ഞത്തുനിന്ന് വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.